അധ്യായം 2. സാത്താന്റെ മെഴുകുതിരിക്കാൽ. വൈകുന്നേരത്തോടെ ബോട്ട് സെന്റ് അലൈൻസിൽ എത്തുമ്പോഴും ആ വയസ്സൻ നേർത്ത ശബ്ദത്തിൽ പാടുന്നുണ്ടായിരുന്നു. ഒരു വളവ് തിരിയുന്ന ബോട്ടിന്റെ ദീർഘമായ ഹോണ് നദിക്കപ്പുറത്തുള്ള കാടുകളിൽ അലയടിച്ചുയർന്നു. ഞങ്ങളെ കാത്ത് ബെൻ അമ്മാവനും ജാക്കും ചെട്ടിയിൽ നിൽപ്പുണ്ടായിരുന്നു. മൂടൽമഞ്ഞ് നിറഞ്ഞൊരു സന്ധ്യയായിരുന്നത്. ടോറിൻ നദി ആ മൂകതയിൽ നിശ്ചലമായതുപോലെ എനിക്ക് തോന്നി. അവിടെ ഇറങ്ങുന്നവരായി അധികമാരും ഉണ്ടായിരുന്നില്ല. നനഞ്ഞ പലകയിൽ നിന്ന് കാലെടുത്ത് കരക്കിറങ്ങുന്നതിനിടയിൽ ജാക്കും അമ്മാവനും ഞങ്ങൾക്ക് നേരെ കൈവീശി കാണിച്ചു. എന്റെ ജെയിന് നിനക്കൽപ്പം വളർച്ച തോന്നുന്നു, അമ്മാവന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. നടക്കുന്നതിനിടയിൽ ഞാനും ജാക്കും വിശേഷങ്ങൾ കൈമാറി. ഞാൻ ഗിറ്റാർ വായിക്കാൻ പഠിച്ചിരിക്കുന്നു. അതെയോ, എനിക്ക് അമ്പരപ്പ് തോന്നാതിരുന്നില്ല. 3 വാരം ഇനിയും അവധിയില്ലേ? അതിനിടയിൽ നമുക്ക് ചിലത് ചെയ്യാനുണ്ട്. പക്ഷെ ജാക്ക്, അടുത്ത വാരത്തിൽ തന്നെ ഞങ്ങൾക്ക് തിരിക്കേണ്ടതുണ്ട്. അവൻ തലവെട്ടിച്ച് എന്നെ നോക്കി. അമ്മാവനും ജെയിനും വളരെ മുന്നിലായിരുന്നു. അവൾ വീട്ടിലെ വിശേഷങ്ങൾ പറയുന്ന തിരക്കിലാണ്. പിന്നെന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഞാൻ വിചാരിച്ചത് നിങ്ങൾ കഴിഞ്ഞ മാസം തന്നെ എത്തിച്ചേരുമെന്നാണ്. എന്തായാലും അടുത്ത വാരത്തിൽ നിങ്ങളെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ജാക്ക്, വേണ്ട, അതിനെക്കുറിച്ചൊന്നും ഇനി സംസാരിക്കേണ്ട. ഞങ്ങൾ ഒരു പുൽപ്പരപ്പിലേക്കെത്തി. ഇനി ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഉചിതമല്ലെന്ന് എനിക്കും തോന്നി. എന്തായാലും അടുത്ത വാരത്തിൽ തന്നെ വിടാൻ ഞാൻ തീരുമാനിച്ചു. ആ പുൽമൈതാനത്തിന്റെ അരികിൽ വിക്ടോറിയൻ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ഉപേക്ഷിക്കപ്പെട്ട ഒരു വീടുണ്ട്. ഉദ്യാനച്ചെടികൾ പടർന്ന് മൂടിയ അതിന്റെ ഗേറ്റിൽ ഓസ്ലോക്ക് വില്ല എന്ന് എഴുതിവെച്ചിരുന്നു. ഞാൻ ഓരോ തവണ വരുമ്പോഴും അതിന്റെ ഓരോ ഭാഗങ്ങൾ തകർന്ന് കിടക്കുന്നതാണ് കാണാറ്. വീടിന്റെ മുന്നിലെത്തിയപ്പോൾ ജാക്ക് അതിന്റെ തകർന്ന മേൽക്കൂരയിലേക്ക് കൈചൂണ്ടി പറഞ്ഞു. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പാണ് ആ ഭാഗം തകർന്നത്. തകർന്നുകിടക്കുന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് എനിക്കൊരു വെള്ളി മെഴുകുതിരിക്കാൽ കിട്ടിയിട്ടുണ്ട്. അതെയോ? ഞാൻ അല്പസമയം ഭാഗികമായി തകർന്നടിഞ്ഞ പ്രേതാലയം പോലെ കാണപ്പെട്ട ആ വലിയ വീടിനെ നോക്കി നിന്നു. അടുത്ത അവധിക്കാലത്ത് ഞാൻ ഇവിടെ വരുമ്പോൾ ഈ വീട് ഇവിടെ കാണില്ലെന്ന് എനിക്ക് തോന്നി. ആ മെഴുകുതിരിക്കാലിനെ ഞാൻ ഭയപ്പെടുന്നുണ്ട്. അതിനിടയിൽ ജാക്ക് ഒരു ഭയസ്വരത്തിൽ മന്ത്രിക്കും പോലെ പറയുന്നത് ഞാൻ കേട്ടു. ഉടമസ്ഥനില്ലാത്ത വീട്ടിൽ നിന്ന് കിട്ടിയതുകൊണ്ടായിരിക്കും. ഞാൻ ചിരിയോടെ മുഖം തിരിച്ചു. അതൊന്നുമല്ല, ഈ ഭവനത്തിലെ സാധനങ്ങൾ ഈ നാട്ടിൻപുറത്തെ മിക്ക കുട്ടികളുടെ പക്കലുമുണ്ടാകും. വെള്ളി മെഴുകുതിരിക്കാലാണോ അത്? അതെ, പക്ഷേ ചെറുതാണെന്ന് മാത്രം. അതിനിത്ര ഭയപ്പെടാൻ കാരണം, ഇത്തരം ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളിലെ മെഴുകുതിരിക്കാലുകളും വെള്ളിപ്പാത്രങ്ങളും മറ്റും സാത്താന്മാരുടേതായിരിക്കുമത്രേ. ഞാൻ അത്ഭുതപ്പെടാതിരുന്നില്ല. കഥകളിലും മറ്റും ഞാൻ അവയുടെ ക്രൂരവിനോദങ്ങളെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. മാത്രമല്ല, അവയെക്കുറിച്ച് കൂടുതലറിയാൻ ഞാൻ എന്റെ ചില സുഹൃത്തുക്കളോട് ചോദിച്ചിരുന്നു. പക്ഷേ അവർക്ക് അതിനെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ പേടിയായിരുന്നു. പിന്നീട് ആ വിഷയത്തോട് എനിക്ക് താൽപ്പര്യം തോന്നിയിരുന്നില്ല. എന്നാലിപ്പോൾ ജാക്ക് എന്റെ താൽപ്പര്യത്തെ വീണ്ടും ഉണർത്തിയിരിക്കുകയാണ്. ഞാൻ ആകാംക്ഷയോടെ ജാക്കിനെ നോക്കി. ജാക്ക് എന്റെ കൈകളിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അവരെ അനുസരിപ്പിക്കാൻ എനിക്ക് കഴിയും. ജാക്ക്, ഈ വിഷയം എന്നെ എത്രമാത്രം അമ്പരപ്പിക്കുന്നുണ്ടെന്നോ? വാസ്തവത്തിൽ ആ വെള്ളി മെഴുകുതിരിക്കാൽ സാത്താന്റേതാണോ? ഞാൻ ഭയത്തോടെ ആ ഇടിഞ്ഞുപൊളിഞ്ഞ വീട്ടിലേക്കും അവന്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. മങ്ങിത്തുടങ്ങിയ ആ സായാഹ്നത്തിൽ ആ പ്രേതഭവനം ഭയാനകമായ ഒരു കാഴ്ചയായി മനസ്സിൽ നിറഞ്ഞു. കാട്ടുവള്ളികൾ പടർന്നുമൂടിയ അതിന്റെ ചുമരുകളും പൊട്ടിപ്പൊളിഞ്ഞ ജാലകങ്ങളും കണ്ടാൽ തന്നെ ആരും ഭയന്നു പോകും. അത്രയ്ക്ക് ഭീകരാന്തരീക്ഷം അവിടെ തളം കെട്ടി നിന്നിരുന്നു. അതിന്റെ തകർന്ന മേൽക്കൂരക്കുള്ളിൽ നിന്ന് ഒരു വവ്വാൽ ഞങ്ങൾക്ക് മുകളിലൂടെ പറന്നുപോയി. അതെ, അതുതന്നെ, ജാക്ക് ശബ്ദം താഴ്ത്തി മന്ത്രിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ വെപ്രാളത്തോടെ അവനെ നോക്കി. നീ കണ്ടില്ലേ? ആ പാറിപ്പോയത് തന്നെയാണ് സാത്താൻ. അകലേക്ക് പാറിപ്പോകുന്ന ആ വവ്വാലിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജാക്ക് പറഞ്ഞു. അവൻ ഇപ്പോൾ ഏതെങ്കിലും ഗുഹയിലേക്കോ ആളൊഴിഞ്ഞ വീടുകളിലേക്കോ ആയിരിക്കും പോകുന്നത്. ഞാൻ ആശ്ചര്യനായി. ഇത്രയും ചെറിയ പക്ഷിയാണോ വലിയ ഭീകരകൃത്യങ്ങൾ നടത്താറുള്ളത്? സീഗോ താഴ്വരയെ വിരകൊള്ളിക്കാൻ മാത്രം ശക്തിയായി അലറിവിളിക്കാൻ ഇതിന് കഴിയുമോ? അപ്പോൾ പിന്നെ എങ്ങനെയായിരിക്കും ഡിലാമർ രാജാവ് കൊല്ലപ്പെട്ടത്? എന്തായാലും ഇതൊന്നും ഒരു പക്ഷിക്ക് ചെയ്യാൻ കഴിയുന്നതല്ല. ഞാൻ വായിച്ച പല കഥകളെയും ഈ പക്ഷിയുമായി ബന്ധപ്പെടുത്തി നോക്കി. ജാക്കിന് തെറ്റിപ്പോയതായിരിക്കുമോ? അതിനാണ് സാധ്യത. എന്തായാലും സാത്താൻ ഭീകരശരീരമുള്ളവൻ തന്നെയാണ്. പക്ഷേ സാത്താന്മാർ ഇത്രമാത്രം ചെറുതായിരിക്കുമോ? ഞാൻ ശങ്കയോടെ അവനെ നോക്കി. അവയുടെ യഥാർത്ഥ രൂപമല്ല ഇത്. അവയ്ക്ക് പല രൂപത്തിലും പ്രത്യക്ഷപ്പെടാൻ കഴിയും. ഒഴിഞ്ഞ ഗുഹകളിലും വീടുകളിലും അവ വവ്വാലിന്റെ രൂപത്തിലാണ് കഴിഞ്ഞുകൂടുക. ഞാൻ ചിലതെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. എന്ത്? ഒരു സാത്താനെ നമ്മുടെ അടിമയാക്കിയാൽ നാം രക്ഷപ്പെട്ടു. നമുക്ക് വേണ്ടതെല്ലാം അവൻ ചെയ്തു തരും. പിന്നെ കർത്താവിനെ അത്ഭുതങ്ങൾ കാണിക്കുന്ന മഹാമാന്ത്രികരായി നമുക്ക് വിലസി നടക്കാം. അതൊന്നും വിശ്വസിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും അത്തരത്തിലൊരു അടിമയെ കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാനും ആഗ്രഹിച്ചു. എനിക്കൊരുവനെ അടിമയാക്കണം. എന്നിട്ട് വേണം രാജ്യസഞ്ചാരത്തിന് ഇറങ്ങാൻ. ഞാൻ ആദ്യം ചൈനയിലെ സുന്ദരികളെ കാണാൻ തിരിക്കും. മിക്കി, പിന്നെ ഞാൻ സ്കൂളിലേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ല. അതെന്താ? പിന്നെന്തിനാണ് പഠിക്കുന്നത്? നമ്മൾ വിചാരിക്കുന്ന അറിവ് മുഴുവൻ നിമിഷനേരം കൊണ്ട് നാം നേടിക്കഴിഞ്ഞിരിക്കും. അങ്ങനെയോ? സാത്താന്റെ അമാനുഷികമായ കഴിവുകൊണ്ട് മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും. സ്കൂളിനെക്കുറിച്ച് കേട്ടപ്പോൾ എന്റെ താൽപ്പര്യം വർദ്ധിച്ചു.
അത്തരത്തിലൊരു സഹായിയുണ്ടെങ്കിൽ ഗണിതം പെട്ടെന്ന് പഠിക്കാമല്ലോ. നീ എന്നെ കളിപ്പിക്കാനു വേണ്ടി പറഞ്ഞതല്ലോ. ഉവ്വോ. പക്ഷേ ഞാനിത് വിശ്വസിക്കുന്നു. സാത്താനെ നാം ബന്ധിക്കാൻ പോകുന്നു. ഈ അവധിക്കാലം അതിനുള്ളതാണ്. സാത്താന് വേട്ടയ്ക്ക് അവന്റെ ചുണ്ടിലൊരു വരണ്ട കണ്ടു. നമുക്കതിന് കഴിയുമോ? കഴിയും. എങ്ങനെ? പറയാം. അറിയപ്പെടാതെ കിടക്കുന്ന എത്രയോ നിധികളുണ്ട് ഈ ഭൂമിയിൽ. അതിന്റെയെല്ലാം കാവൽക്കാരനാണ് സാത്താൻ. ആ സാത്താൻ നമ്മുടെ സേവകനായാൽ പിന്നെ ആരാണ് നാം? ജാക്ക്, എനിക്ക് നിധി വേണമെന്നില്ല. ഗണിതം എന്നെ ഭ്രാന്തനാക്കുന്നു. നീ സാത്താന്മാരിൽ ഒരുത്തനെ അടിമയാക്കിയാൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നു. അതെ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അതോടെ തീരും. നോക്കിക്കോ, ഈ വാരത്തിന്റെ ഒടുവിൽ നമ്മൾ ഒരുത്തനെ ബന്ധിച്ചിരിക്കും. അതെങ്ങനെയാണ് സാധിക്കുക? അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കാൻ ഞാൻ മറന്നു. ആ മെഴുകുതിരിക്കാൽ സാത്താന്റേതാണെന്ന് ആരാണ് നിന്നോട് പറഞ്ഞത്? അവൻ മറുപടി പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് മൈതാനത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് അമ്മാവൻ ഞങ്ങളെ വിളിച്ചു. നേരം മങ്ങിത്തുടങ്ങിയിരുന്നു. നദിയിൽ നിന്നും തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വീടിന് മുമ്പിലെത്തുമ്പോൾ എലിസബത്ത് അമ്മായിയും അവരുടെ മകൾ ജാക്കിന്റെ ജ്യേഷ്ഠ സഹോദരി ഷാർലറ്റും ഗേറ്റിന് മുന്നിൽ പുഞ്ചിരിയോടെ ഞങ്ങളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അമ്മായി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. മോനെ മിക്കി, നിന്റെ വളർച്ച എന്നെ അത്ഭുതപ്പെടുത്തുന്നു. എന്തുകൊണ്ട് പപ്പയും മമ്മിയും വന്നില്ല? പപ്പയ്ക്ക് തിരക്കാണ്. അതുകൊണ്ട് അമ്മയ്ക്കും വരാന് കഴിഞ്ഞില്ല. വരുന്ന ക്രിസ്മസിന് എല്ലാരും അവിടെ കൂടുമ്പോൾ കാണാം. സ്വൽപ്പ ദിവസം ഇവിടെ കഴിച്ചുകൂട്ടുന്നതുകൊണ്ട് അവർക്കെന്താണ് കുഴപ്പം? അമ്മായി പരിഭവിച്ചു. ഷാർലറ്റ് എന്റെ പുറത്ത് നല്ലൊരു കൊട്ടുതന്ന് സ്നേഹം പ്രകടിപ്പിച്ചു. നായകൻ ഹിപ്പിയെ പോലെയായിരിക്കുന്നു. ഞങ്ങൾ വിശേഷങ്ങൾ കൈമാറുന്നതിനിടയ്ക്ക് അമ്മാവന് ബെനും ജെയിനും അവിടെയെത്തി. ഷാർലറ്റ് അവളെ പിടിച്ചുയർത്തി. സുന്ദരി, നീ വളർന്ന ഒരു കുമാരിയായിരിക്കുന്നു. കാമുകരുണ്ടോ നിനക്ക്? 12 വയസ്സുകാരിക്കോ അമ്മായി? അപ്പോ ചേച്ചിക്കുണ്ടോ? ജെയിന് തിരിച്ചടിച്ചു. എല്ലാവർക്കും ചിരിക്കാനുള്ള വക ലഭിച്ചു. അമ്മായി അവളെ അരികിലേക്ക് ചേർത്ത് നിർത്തി. എന്റെ ജെയിൻ ബുദ്ധിമതിയാണ്. മോളെ, കഴിഞ്ഞ തവണ നീ കൊണ്ടുപോയ ചെടികൾ എല്ലാം വളർന്നു പൂത്തോ? കഴിഞ്ഞ കുറെ മാസങ്ങളായി അവൾ അതിന്റെ പുറകിൽ തന്നെയാണ്. എപ്പോഴും അതിനെക്കുറിച്ച് മാത്രമാണ് സംസാരം. ഞാൻ പറഞ്ഞു. ഷാർലറ്റ് അവൾക്ക് നേരെ മുഖം തിരിച്ചു. അവൾക്കിനി പൂക്കളുടെ ആവശ്യമുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊന്നുമറിയില്ല. അതുകൊണ്ടല്ലേ അവൾ ഇത്രയും താൽപ്പര്യത്തോടെ അവയെ പരിചരിക്കുന്നത്. എന്ത്? ജെയിനിന്റെ മുഖത്ത് ലജ്ജ കലർന്ന ഒരു ചിരി വന്നു. അവൾ എല്ലാവരെയും മാറി മാറി നോക്കി. ഒരു വിളിപ്പാട് അകലെ വീടിനു പുറകിലെ മരക്കൂട്ടങ്ങൾ തിങ്ങി നിറഞ്ഞ സമുദ്രത്തിന് പുറത്ത് ടോറിൻ നദി ശാന്തമായി ഒഴുകുന്നു. നദിയിലൂടെ കടന്നുപോകുന്ന ഒരു ജലവാഹനത്തിന്റെ ശബ്ദം കേട്ടു. ഷാർലറ്റ് ജെയിനിന്റെ കൈപിടിച്ച് അകത്തേക്ക് ഓടി. പുറകെ അമ്മായി എന്റെ ബാഗുമായി എന്നെയും അകത്തേക്ക് ആനയിച്ചു.